How are you, man? Friends, good morning. ഇപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തത് ഈ മനോഹാരിത ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കൊടൈക്കനാലിൽ അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഊട്ടിയിൽ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ചിങ്ങവനത്ത് എൻ്റെ നടക്കാൻ പോകുന്ന സ്ഥലത്ത് ചുറ്റും മഞ്ഞിനാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ നെല്ലിൻ്റെ കഞ്ഞിയെ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലേ? മഞ്ഞിങ്ങനെ തലോടിയാണ് അവരെ വളർത്തുന്നത്. കണ്ടോ? ഹൗ ഇസ് ഇറ്റ് മാൻ? ഇസ് ഇറ്റ് സൂപ്പർ? രാവിലെയാണ്, നമ്മുടെ ക്യാമറയുടെ സ്പെഷ്യൽ എഫക്റ്റില്ല, ലൈറ്റൊന്നും ഇല്ല. ഓക്കെ, എനിഹൗ ഐ ആം വെരി ഹാപ്പി ടു സീ യു ഓൾ. അപ്പം നമ്മളെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ കാരണം, നമ്മുടെ ഈ വന്യമൃഗങ്ങളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ വന്യമൃഗങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊരു 2 വർഷമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. കുറേയൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വയനാടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഒരു തീരുമാനമെടുത്തു. വനത്തിനുള്ളിൽ 300ഓളം കിണറോ കുളങ്ങളോ കുത്താൻ തീരുമാനിച്ചു. ഈ ഒരു വന്യമൃഗവും അല്ലെങ്കിൽ ഒരു മൃഗവും അവൻ്റെ ആവാസ വ്യവസ്ഥ വിട്ട് പുറത്തോട്ട് വരികയില്ല. വരണമെങ്കിൽ മരണകരമായ എന്തെങ്കിലും അപ്പോൾ ഒന്നെങ്കിൽ അവൻ്റെ കൂട് നശിപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ അവന് വെള്ളവും ഭക്ഷണവും കിട്ടാതെ വരണം, അല്ലെങ്കിൽ അവിടെ ചൂട് കൂടി ഒരു തരത്തിലും അങ്ങനെ ഓരോ കണ്ടീഷൻസിലാണ് ഓരോരുത്തരും പുറത്ത് വരും. ഇപ്പം പാമ്പുകളൊക്കെ ഒത്തിരി ചാടി പുറത്ത് വരുന്നത് ചൂടിൻ്റെ ഇതുകൊണ്ടല്ലേ, ഒത്തിരി പുറത്തോട്ട് വരുന്നുണ്ട്. സാധാരണ പോയിസണസ് സ്നേക്സ് പകലിറങ്ങാത്തതാണ്, ഇപ്പോൾ അവരും ഇറങ്ങിത്തുടങ്ങി. അപ്പം അതിൻ്റെ കാര്യം ആവാസ വ്യവസ്ഥയിൽ വന്നിരിക്കുന്നത് മാറ്റാം. അപ്പം നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത് അവർക്ക് വെള്ളവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുക. അതൊരു കേരളത്തിൽ ഇത്രയും വന്യമൃഗങ്ങളുണ്ട് എന്നുള്ളത്, പുലിയും കടുവയും കരടിയും ആനയും പന്നിയും മാനുകളും എല്ലാം ഉണ്ടെന്നുള്ളത് നമുക്ക് വാസ്തവത്തിൽ ഈ പത്രക്കാർ പ്രചരണം നമുക്കൊരു നേട്ടവും കൂടിയാണ്. അത് ടൂറിസത്തെ ഭയങ്കരമായിട്ട് ഇതെല്ലാം കേരളത്തിലുണ്ട് എന്നുള്ള ഒരു വിളിച്ചു പറയലാണത്. അപ്പോൾ അതിനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഏതോ ഒരു മണ്ടൻ വിളിച്ചു പറയുന്നത് കേട്ടു, ആനയൊക്കെ വെടിവെച്ചു. എന്താ ചെയ്യുക? ആനയുടെ താരയിൽ ഭവനം വെക്കാനായിട്ട് അനുവാദം കൊടുത്ത ആ ഒരു 2-3 മുമ്പുള്ള ഒരു പാവം മന്ത്രിയാണ്, മന്ത്രിയല്ല, ഒരു ബോഡി മിനിസ്ട്രി കൊടുത്തതാണ്. അപ്പോൾ ശരി, അവരുടെ മോട്ടത്തിൽ വീടും പറവില്ലാത്ത ആൾക്ക് വീട് വെച്ചു. പക്ഷെ എവിടെയാണ്? ഏക്കർ കണക്കിന് നടന്ന ആനയുടെ താരയല്ലേ കൊണ്ട് വീട് വെച്ചിരിക്കുന്നത്. ആനയ്ക്ക് ബൈപ്പാസ് കെട്ടി പോകാൻ അറിയാമോ? അതൊരു മൃഗമല്ലേ, അതതിൻ്റെ പഴയ വഴിയെ തന്നെ വരും. അവിടെയുള്ളതൊക്കെ തട്ടിമറിച്ചിട്ട് അത് പോകും. അപ്പം ആരാ അവിടെ തെറ്റ് ചെയ്തത്? ഈ മൃഗങ്ങളുടെ അവരുടെ ആ വിശ്രമ കേന്ദ്രത്തിലും ആവാസ കേന്ദ്രത്തിലും കൊണ്ടുപോയി വീട് വെക്കാൻ അനുവാദം കൊടുത്ത്. അപ്പോൾ അത് ചെയ്യേണ്ട അത്തരം സ്ഥലങ്ങളിൽ നിന്ന് അവരെ പുനരധിവസിപ്പിക്കണം നാട്ടിലേക്ക്. അവർക്ക് ഭവനവും സ്ഥലവും കൊടുത്ത് ജോലിയും കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കണം. ഗവൺമെൻറ് അതിന് മുമ്പോട്ട് വരണമെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു അനുഗ്രഹമാണ് ഈ വന്യമൃഗങ്ങളും നശിക്കാതെ കിടക്കുന്ന വനവുമൊക്കെ. ഈ വനത്തിലുള്ള അധികമായ ഇടപെടൽ, ഇപ്പം ചില സംഘടനകൾ വനത്തിൽ കയറി ഒളിച്ച് ആയുധമായിട്ട് അവരെ പിടിക്കാൻ വേണ്ടി അതിലും കൂടുതൽ ആയുധമായിട്ട് കൂടിയ കമാൻഡോസ് ഇവരെല്ലാം കൂടെ വനം ഇളക്കി മറിച്ച് വനജീവികളെ അവരെ സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പോലീസിൻ്റെ പരിശോധന ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഹെലിക്കാമോ ഉപയോഗിച്ച് ചെയ്യാമെങ്കിൽ വനത്തിൽ കുറച്ചും കൂടെ ഇടപെടാതെ കഴിയും. സ്പോട്ട് ചെയ്യുന്നിടത്തോട്ട് പോയാൽ മതിയല്ലോ. നിരന്തരം നിരീക്ഷണം വേണം. വനത്തിൽ അനധികൃതമായി കയറുന്നവരെ അറസ്റ്റ് ചെയ്യാനും ഒരു 5 വർഷമെങ്കിലും ജയിലിലിടാനുമുള്ള നിയമം സൃഷ്ടിക്കണം. അതുപോലെ കച്ചവട താല്പര്യക്കാരെ തടയണം. നമുക്കറിയാം പലതരത്തിലുള്ള താല്പര്യമുണ്ട് ഈ വനത്തിൽ കയറിക്കിടന്ന്. ഇപ്പം പലപ്പോഴും ആന ചവിട്ടി മരിക്കുന്ന ആദിവാസികളൊന്നുമല്ല, നാട്ടുവാസികളാണ്. അവർ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി വനത്തിൽ കയറി അവിടെ വെച്ച് അപകടത്തിൽപ്പെടുന്നത്. അതൊക്കെ ഭയങ്കര വാർത്തയാണ്, ഭയങ്കര ജനം ഉടനെ ശരി, അവർക്ക് എങ്ങനെയും അവരുടെ ജീവിതോപാധി സംരക്ഷിക്കപ്പെടണം എന്നുള്ള അവരുടെ. പക്ഷേ ഈ വനമേഖലയിൽ നിന്ന്
അവരെ നാട്ടിൻപുറത്തേക്ക് പുനരധിവസിപ്പിക്കണം. വനവാസികൾക്കറിയാം, അവരവിടെ ജീവിച്ചോട്ടെ, അവർക്കറിയാം ഈ മൃഗങ്ങളെ സ്നേഹിച്ച് ജീവിക്കാൻ അവർക്കറിയാം, അവരത് ചെയ്തോളും. അല്ലാതെ നാട്ടിൽ നിന്നുള്ള വിദഗ്ധന്മാരെ പുറത്താക്കണം. ഈ റിസോർട്ട് മാഫിയക്കാരെ നിയന്ത്രിക്കണം. റിസോർട്ടും വേണം, മാഫിയ അല്ല, റിസോർട്ട് വേണം, മാഫിയ ഒന്നും വേണ്ട. അവർ ബിസിനസ് നടത്തട്ടെ, പക്ഷേ മാന്യതയിൽ വേണം. മൃഗങ്ങളെ അലോസരപ്പെടുത്താതെ ശല്യപ്പെടുത്താതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം ഇച്ഛാശക്തിയുടെ ഗവൺമെൻറ് നമുക്കുള്ളതെന്നൊരു സന്തോഷം. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ സശ്രദ്ധം ശ്രവിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതാണ് ഈ നാടിൻ്റെ വികസനം. ഒന്നിനൊന്നിന് ഉത്തരവാദിത്തം നമ്മൾ മുമ്പോട്ട് പോയി. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മളെ തള്ളിയിട്ട അവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ സാമ്പത്തികമൊക്കെ ക്ലിയറാക്കി മുമ്പോട്ട് വരുന്നു. അതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി, അവിടെ MLA മാരൊന്നും ഇല്ലാത്തവരായി ഈ വന്യമൃഗങ്ങൾ, അവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല. അവർക്ക് വേണ്ടി പറയാൻ അല്പസ്വല്പ ബുദ്ധിജീവികളോ പ്രകൃതിസ്നേഹികളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം. അവർക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടത്തണം. ഒരു 300-400 മീറ്റർ വനത്തിനുള്ളിലേക്ക് പൈപ്പിട്ട് അവിടെ തടാകങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കണം. അത് ഗവൺമെൻറ് അതിൽ ശ്രദ്ധിക്കുന്നു എന്നൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ നമ്മുടെ ഒരു സ്വത്താണ്, നമ്മുടെ സമ്പത്താണെന്നുള്ള ബോധ്യം എല്ലാവരിലും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് മീ സൈമൺ സൈനിങ് ഓഫ്. താങ്ക് യു.